നിയമമറിയാവുന്നവനോടും അല്ലെങ്കിൽ നിയമയുദ്ധത്തിന് നെഞ്ചും വിരിച്ച് നിൽക്കുന്നവനോടും യുദ്ധം ചെയ്യരുത്. KSEB തന്നെ 220 വാൾട്ടിൽ എനിക്കടിച്ചപ്പോൾ ഞാൻ 25,000 കിലോ വാട്ട് വൈദ്യുതിയാണ് അല്ലെങ്കിൽ 50,000 കിലോ വാട്ട് വൈദ്യുതിയാണ് ഞാൻ തിരിച്ചടിച്ചത്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. KSEB എൻ്റെ വീടിൻ്റെ കണക്ഷൻ തരാൻ പറ്റത്തില്ല, അസൗകര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മറുപടി കത്ത് തന്നിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം CJRF കൊണ്ടുപോയി ഞാൻ പെറ്റീഷൻ കൊടുത്തു. പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് വന്നു. ഈ നിയമം അത് നടപ്പിലാക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഉള്ള നിയമം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവരുടെയൊക്കെ ജോലി. അല്ലാതെ പുതിയൊരു ഉത്തരവോ പുതിയൊരു സർക്കുലറോ ഒന്നും പുറപ്പെടുവിക്കലല്ല ഇവരുടെയൊക്കെ ജോലി. എന്തായാലും എനിക്ക് CJRF കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹർജിക്കാരൻ നിർദ്ദേശിക്കുന്ന പോളിൽ നിന്നും വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് ഹർജിക്കാരൻ്റെ എതിർകക്ഷിയായ ലൈസൻസിക്ക് ഒരു ഇൻഡിമിനിറ്റി ബോണ്ട് സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം വൈദ്യുതി കണക്ഷൻ അനുവദിക്കേണ്ടതാണ്. ഹർജിക്കാരൻ നേവൽ ആർമമെൻറ്റ് ഡിപ്പോയെ ഭാവിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളും നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രസ്തുത ഇൻഡിമിനിറ്റി ബോണ്ട് സമർപ്പിക്കേണ്ടതാണ്. ഹർജിക്കാരൻ KSEBിൻ്റെ നിലവിലുള്ള സാധാരണ കണക്ഷൻ നടപടിക്രമങ്ങൾ, ഫീസ് അടയ്ക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ നിയമാനുസൃത നടപടികളും പാലിക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് ഫ്രീയൊന്നും തരില്ലല്ലോ. ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്ന നടപടികൾ സ്വീകരിച്ചതിനെക്കുറിച്ച് കംപ്ലയിൻസ് റിപ്പോർട്ട് 2 ആഴ്ചക്കുള്ളിൽ E4 സമർപ്പിക്കേണ്ടതാണ്. ഞാനല്ല, അവർ. മറ്റ് ചിലവുകൾ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ അവർക്കുള്ളതാണ്, എനിക്കല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ 2026 ഞാൻ എൻ്റെ വീട് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ കറണ്ട് കണക്ഷൻ മാറ്റാനായിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ അവരെന്നെ കുറേ നിയമങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് തൽക്കാലത്തേക്ക് എനിക്ക് പണിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എനിക്ക് കറണ്ട് കണക്ഷൻ വേണ്ട, ഞാൻ സോളാർ മേടിച്ച് വെച്ചോളാം. അപ്പോൾ NOC മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ NOC മേടിക്കണമെങ്കിൽ ഞാൻ മേടിക്കാം. എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്ത NOCയുടെ പകർപ്പ് എനിക്കും കാണണോട്ടോ എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, NOC എന്ന് പറയുന്ന സാധനം അത് മുന്നിരുന്ന ഉദ്യോഗസ്ഥനല്ലേ എന്ന് ചോദിച്ചു. അതെ, മുന്നിരുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോയാൽ മതി. അങ്ങനെ മുന്നിരുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോയാൽ KSEBിൽ അപേക്ഷ എഴുതി അല്ലെങ്കിൽ PSC വഴി പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുന്ന പുതിയ തലമുറയ്ക്ക് ജോലി കിട്ടും. അല്ല, അത് നമുക്ക് സൗമ്യമായിട്ട് സംസാരിക്കാം. ആ സൗമ്യമായിട്ട് സംസാരിച്ചതാണ് ആയിട്ട് ഞാൻ കോടതി കയറ്റിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. നിയമം അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയമം പഠിച്ച, അല്ലെങ്കിൽ നിയമയുദ്ധം നടത്താൻ തയ്യാറായി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരാളോട് യുദ്ധത്തിന് പോകരുത്. യുദ്ധത്തിന് പോയാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പം അത്രയേ ഉള്ളൂ. കാരണം 9 വർഷത്തോളം ഇറാനും ഇറാഖും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അത്രയും പരിചയമുള്ള 9 വർഷം ഒരു യുദ്ധം നടത്തിക്കൊണ്ട് പോകാൻ ചെറിയ പണിയൊന്നുമല്ല. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇറാഖിനോട് അമേരിക്ക യുദ്ധത്തിന് വന്നപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ ഇസ്രയേലോ മാത്രമൊന്നുമല്ല ദുരിതം അനുഭവിച്ചത്. ഓരോ മലയാളിയും ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ഗ്യാസ് കണക്ഷന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതും മലയാളി തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെയാണ്, നിയമമറിയാവുന്നവനോടും അല്ലെങ്കിൽ നിയമയുദ്ധത്തിന് നെഞ്ചും വിരിച്ച് നിൽക്കുന്നവനോടും യുദ്ധം ചെയ്യരുത്. KSEB തന്നെ 220 വാൾട്ടിൽ എനിക്കടിച്ചപ്പോൾ ഞാൻ 25,000 കിലോ വാട്ട് വൈദ്യുതിയാണ് അല്ലെങ്കിൽ 50,000 കിലോ വാട്ട് വൈദ്യുതിയാണ് ഞാൻ തിരിച്ചടിച്ചത്. അതേപോലെ തന്നെയാണ് നിയമവും. നിയമം
പഠിക്കാൻ അല്ലെങ്കിൽ നിയമയുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരാളും. എന്തായാലും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സൗമ്യമായി തീർക്കേണ്ട വിഷയം അല്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ട വിഷയം തൂമ്പ കൊണ്ടെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത്. അങ്ങനെ പ്രേരിപ്പിച്ചാൽ ഞാൻ നിയമയുദ്ധത്തിന് വീണ്ടും തയ്യാറാകും. അത് ആരോടാണ്, ഏതാണ് എന്നൊന്നുമല്ല. എന്നെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറായാൽ തിരിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞാനെപ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കാണും എന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.